നമസ്കാരം. രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും തടകാവധവും അഹല്യാമോഷവും ഒക്കെ സംഭവിച്ച പശ്ചാത്തലത്തിൽ മുന്നോട്ട് നടക്കുകയാണ് തെക്കോട്ട്. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അവിടെ മിഥിലയിൽ ഒരു യാഗം നടത്തുന്നുണ്ട് ജനമഹാരാജാവിൻ്റെ, നമുക്കതിൽ പങ്കെടുക്കാം, അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ മിഥിലയിലേക്കുള്ള യാത്രയായി. അവരുടെ മിഥില ജനക മഹാരാജാവിൻ്റെ രാജ്യമാണ്. അദ്ദേഹത്തിൻ്റെ പുത്രി ജാനകി വളർന്നപ്പോൾ അതീവ സുന്ദരിയും ഏറെ കാര്യപ്രാപ്തിയുള്ള ആളുമായി വളർന്നു വന്നപ്പോൾ ജനക മഹാരാജാവ് നിശ്ചയിച്ചു തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് സ്വയംവരത്തിലൂടെ മതി എന്ന് തീരുമാനിച്ചു. അതിന് ജനക മഹാരാജാവ് മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്, അവിടെ സൂക്ഷിച്ചിട്ടുള്ള, മിഥിലയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ചാപമുണ്ട്, ശൈവചാപം, ത്രയംബകം. ആ ത്രയംബകം എടുത്ത് കുലയ്ക്കുന്ന ആളിന് മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാനുണ്ടായ കാരണം എന്നത്, ഒരു ദിവസം ജനക മഹാരാജാവ് മിഥിലയിലെ കൊട്ടാരത്തിന് മുകളിൽ നിൽക്കുമ്പോൾ തൻ്റെ പുത്രി ജാനകി, സീതാദേവി, പൂന്തോട്ടത്തിൽ നിന്ന് പൂ പറിക്കുകയാണ്. അപ്പോൾ പൂ പറിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലുള്ള പൂ പറിച്ചെടുക്കുവാൻ ഇങ്ങനെ ചുറ്റുപാട് നോക്കിയിട്ട് അത് കയ്യെത്തുന്നില്ല. അപ്പോൾ അത് പറിച്ചെടുക്കുവാൻ വേണ്ടി സീതാദേവി പോയി ഈ ശിവചാപം എടുത്തുകൊണ്ടുവന്ന് അത് ഒരു തോട്ടി പോലെ ഇങ്ങനെ ചായ്ച്ചു പിടിച്ച് പൂ പറിച്ചെടുത്തു. ഇത് കണ്ട് ജനക മഹാരാജാവ് അത്ഭുതപ്പെട്ടു. സാധാരണ ഒരു വ്യക്തിക്കോ 10 പേർക്കോ 100 പേർക്കോ എടുത്തു വെക്കാൻ പറ്റുന്ന ചാപമല്ലത്. സീതാദേവി കയ്യിൽ ഒരു തോട്ടി പോലെ എടുത്തിങ്ങനെ ചായ്ച്ച്, മരത്തെ ചായ്ച്ചു പിടിച്ച് പൂ ഇറുക്കുന്നുവെങ്കിൽ ഇത് സാധാരണ വ്യക്തിയല്ല എന്ന് ജനക മഹാരാജാവിന് മനസ്സിലായി. തൻ്റെ പുത്രിക്കുള്ള അസാധാരണമായ കഴിവ് നേരിട്ട് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത്. ഈ പുത്രിയെ ജനക മഹാരാജാവിന് ലഭിച്ചതാണ്. അത് മിഥില രാജ്യത്തിങ്ങനെ നിലം ഉഴുന്ന സമയത്ത് ഒരു പേടകത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ കുട്ടി. ഒരു പേടകം കിട്ടി, ആ പേടകം തുറന്നു നോക്കിയപ്പോൾ ഒരു പെൺകുഞ്ഞ്, ഇങ്ങനെ മനോഹരിയായ പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞിനെ സന്താനങ്ങളില്ലാതിരുന്ന സമയത്ത് ജനക മഹാരാജാവിന് കിട്ടിയ ഒരു സന്താനമായിരുന്നു അത്. ആ കുഞ്ഞിനെ ഭൂമി ഉഴുതപ്പോൾ കിട്ടിയതുകൊണ്ട് സീത എന്ന പേരിട്ടു. അങ്ങനെ കൊണ്ടുവന്ന് വളർത്തി ജനക മഹാരാജാവിൻ്റെ പ്രിയ പുത്രിയായി വളർന്നു വന്ന ആളാണ് ജാനകി. ആ ജാനകിയുടെ കരുത്ത് ജനക മഹാരാജാവ് നേരിട്ട്
ബോധ്യപ്പെട്ടതാണ് ഈ കാഴ്ച. അങ്ങനെ ജനക മഹാരാജാവ് വിളംബരം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടുള്ള ത്രയംബകം വില്ലെടുത്ത് കുലയ്ക്കുന്ന ആളിന് മാത്രമേ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് വിളംബരം ചെയ്തു. ആ വിളംബരം നാടെമ്പാടും ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു. പലരും പല അവസരങ്ങളിലും ഇങ്ങനെ ഈ ശ്രമവുമായി വരികയും പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അവിടെ വീണ്ടും സ്വയംവര യാഗം നടക്കുക, ഇതൊരു യാഗം നടക്കുകയാണ്. അവിടേക്കാണ് രാമലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ട് വിശ്വാമിത്ര മഹർഷി പോകാം എന്ന് പറഞ്ഞതും അങ്ങോട്ട് പോയത്. അവരിങ്ങനെ രണ്ടുപേരും ഇരുവശങ്ങളിലായി വിശ്വാമിത്ര മഹർഷി നടുക്കായിട്ട് ഇങ്ങനെ നടന്നു വരും, മിഥിലയിലേക്ക് നടന്നു വരികയാണ്. കൊട്ടാരത്തിലേക്ക് നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ദൂരെ നിന്ന് തന്നെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്ന ജാനകി ദേവി ആ നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടു. കറുത്ത നല്ല അഴകുള്ള മനോഹരമായ മുഖമുള്ള ആ ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് കണ്ടപ്പോൾ അറിയാതെ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളും അറിയാതെ ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന രാജകുമാരിയുടെ കണ്ണുകളിലേക്ക് പെട്ടു. അപ്പോൾ രാജകുമാരി, അതായത് ജാനകി, ഇവിടെ നടക്കുന്ന സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വരുന്നതായിരിക്കും ആ ചെറുപ്പക്കാരൻ, അയാൾ എനിക്ക് ഭർത്താവായെങ്കിൽ എന്നിങ്ങനെ അതിയായി മോഹിച്ചു. അങ്ങനെ ആ മോഹം ജാനകിയെ ശ്രീരാമനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമനോടുള്ള ഒരു വലിയ താല്പര്യമായി മാറി. ശ്രീരാമദേവനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും ഒന്നിച്ച് മിഥിലയിൽ എത്തിച്ചേർന്നു. കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കടന്ന ആ വാതിൽ കടന്ന് മുൻവശത്ത് എത്തിയപ്പോൾ തന്നെ അവരെ സ്വീകരിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഋഷിമാരും രാജാവിൻ്റെ സഹായികളും ഓടിയെത്തുകയും രാജാവിന് വിവരമറിയിക്കുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നു രണ്ട് ചെറുപ്പക്കാരുമായിട്ട്. അവിടേക്ക് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷി വന്നത് അറിഞ്ഞ് വളരെ വേഗം ഇറങ്ങി വന്ന് വിശ്വാമിത്ര മഹർഷിയെയും രാമലക്ഷ്മണന്മാരെ സ്വീകരിക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് ശ്രീരാമൻ, ലക്ഷ്മണൻ. പരിചയപ്പെടുത്തി. ഒപ്പം ശ്രീരാമൻ്റെ കൃത്യങ്ങൾ, താടകാവധത്തെക്കുറിച്ചും അഹല്യമോക്ഷത്തെക്കുറിച്ചുമൊക്കെ ജനക മഹാരാജാവിനോട് വിശ്വാമിത്ര മഹർഷി വിശദീകരിച്ചു. വളരെ സ്നേഹത്തോടുകൂടി ജനക മഹാരാജാവ് ഇവരെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ജനക മഹാരാജാവിന് ശ്രീരാമനെ കണ്ടപ്പോൾ മനസ്സിൽ ഒരു മോഹം ഉദിച്ചു. ഇത് എൻ്റെ മരുമകനായെങ്കിൽ എന്ന് അതിയായ മോഹമുണ്ടായി. അവിടെ ഇരുന്ന് സംസാരിച്ചു. അവരുടെ പ്രാഥമികമായുള്ള കാര്യങ്ങളും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് ശേഷം പിറ്റേ ദിവസം സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കുകയാണ്. സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമദേവനും തയ്യാറായി. സ്വയംവരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം വളരെ വേഗം അവിടെ പൂർത്തിയായി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പല നിലയിലുമുള്ള രാജാക്കന്മാർ അവിടെ എത്തിച്ചേർന്നു. ഈ
ക്ഷണപത്രിക എല്ലായിടത്തും പോയിട്ടുള്ളത് കൊണ്ട് പല രാജാക്കന്മാരും വളരെ താല്പര്യപൂർവ്വമാണ് ഈ ഇതിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. ഇതിനിടയിൽ ലങ്കയിൽ രാവണൻ തൻ്റെ പുത്രൻ മേഘനാഥനോട്, ഇന്ദ്രജിത്തിനോട് ഈ സ്വയംവരത്തിന് പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചു. പക്ഷേ മേഘനാഥൻ പറഞ്ഞ മറുപടി, നാം പങ്കെടുത്താൽ നമുക്ക് വിജയിക്കാനാകും, പക്ഷേ അത് നമ്മുടെ ഭാര്യ സുലോചനയെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞാൻ അതുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ രാവണൻ അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. രാവണൻ മിഥിലയിൽ തൻ്റെ എല്ലാ പാരാവരങ്ങളും കൂടി എത്തിച്ചേർന്നു. ആ സദസ്സിൽ എല്ലാവരും ഇങ്ങനെ രാജാക്കന്മാർ വന്നിരിക്കുക. പെട്ടെന്നൊരു ഭാഗത്ത് ഒരു ഇളക്കം കേട്ടപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടേക്ക് രാവണൻ്റെ വരവാണ്. രാവണൻ ഇങ്ങനെ ഒരു ബഹളം വെച്ചുകൊണ്ടുള്ള വരവാണ്. അപ്പോൾ ആ ഒരു ഒച്ചയും ബഹളത്തോടു കൂടിയുള്ള ആ രാവണൻ്റെ വരവും അവിടെ അതിന് സാക്ഷ്യം വഹിച്ചു. ഈ സമയം രാമലക്ഷ്മണന്മാരും സ്വയംവരത്തിനായി ഉള്ള പന്തലിൽ ചെന്നിരുന്നു. വന്ന രാജാക്കന്മാർക്ക് ഓരോരുത്തരും വില്ലെടുത്ത് കുലയ്ക്കുവാൻ ശ്രമിച്ചു. എല്ലാവരും പരാജയപ്പെടുകയാണ്. ആർക്കും എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല, ഒരു 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 ശകലം പോലും. രാവണൻ വലിയ ഗർവോടെ അഹങ്കാരത്തോടെ താനിങ്ങനെ എടുത്ത് കുലയ്ക്കാനുള്ള ഒരു ബഹളത്തിൽ ചെന്ന് അതെടുത്ത് പൊക്കുന്ന വഴിക്ക് രാവണൻ വീണുപോയി, മറിഞ്ഞു വീണു. രാവണൻ എടുത്ത് പൊക്കാൻ പറ്റുമല്ല, അദ്ദേഹത്തിന് അത് മറിഞ്ഞു വീണുപോയി. അവസാനമാണ് ശ്രീരാമൻ ഈ ശാപമെടുക്കുവാനായി മുന്നോട്ട് വരുന്നതും ശാപമെടുത്ത് കുലയ്ക്കുകയും ചെയ്യുമ്പോൾ ശിവശാപം ഒടിഞ്ഞു പോവുകയാണ്. എടുത്ത് കുലയ്ക്കുമ്പോൾ ഒടിഞ്ഞു പോവുകയാണ് ത്രയംബകം. അതാ ശിവശാപം ഒടിഞ്ഞ ശബ്ദം ലോകം മുഴുവൻ നടുങ്ങി എന്നാണ് ഐതിഹ്യം. കാരണം ആ നിലയിലുള്ള ശബ്ദമായിരുന്നു ശിവശാപം ഒടിഞ്ഞത്. ആ ത്രയംബകം വില്ലൊടിഞ്ഞു എന്നുള്ള ആ ഒരു ശബ്ദം അങ്ങനെ സീതാദേവിയെ സ്വയംവരം കഴിക്കുവാനുള്ള ശ്രീരാമദേവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് ഉള്ള നടപടിയായി. സീതാദേവി സന്തോഷം കൊണ്ട്, എന്തെന്നില്ലാത്ത സന്തോഷം കൊണ്ട് തൻ്റെ തോഴിമാരോടൊപ്പം ആനന്ദ നൃത്തമാടി എന്നാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് സ്വയംവരത്തിൻ്റെ തീയതി തീരുമാനിക്കുക, പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കുക. ദശരഥ മഹാരാജാവിനെയും കുടുംബത്തെയും ക്ഷണിക്കുവാനായി മിഥിലയിൽ നിന്ന് പ്രത്യേക ദൂതന്മാർ, കുതിരപക്ഷികൾ ദൂതന്മാർ മിഥിലയിലേക്ക് പോയി വിവരമറിയിച്ചു. ദശരഥ മഹാരാജാവും കൗസല്യയും കൈകേയിയും സുമിത്രാദേവിയും വസിഷ്ഠമുനിയും അടക്കം മുഴുവൻ ആളുകളും, മന്ത്രിപ്രമുഖരടക്കം എല്ലാ ആൾക്കാരും ഒന്നിച്ച് കൂട്ടത്തോടെ മിഥിലയിലേക്ക് യാത്ര തിരിച്ചു. അവർ കടന്നു വരുന്ന വഴി ഗംഗയിലേക്ക് വരുമ്പോൾ ഗംഗ കടന്നു വരണം. ഗംഗയിലേക്ക് വരുമ്പോൾ ഗംഗയിലെ വെള്ളം മുഴുവൻ ഇവർ കുടിച്ചു വറ്റിക്കുമെന്നുള്ള രീതിയിൽ അത്ര ആൾക്കൂട്ടമാണ് വന്നത്. അവരെല്ലാവരും ഒന്നിച്ച് മിഥിലയിൽ എത്തിച്ചേർന്നു. ആ സ്വയംവരത്തിൽ പങ്കെടുത്തു.
സ്വയംവരത്തിൻ്റെ സംഘാടന ചുമതല നിർവഹിച്ചത് വിശ്വാമിത്ര മഹർഷിയും വസിഷ്ഠമുനി ഒന്നിച്ചായിരുന്നു, രണ്ടുപേരും. ഒപ്പം ജനക മഹാരാജാവും ദശരഥ മഹാരാജാവും ഒന്നിച്ചു ചേർന്നു ആ വിവാഹം നടത്തും, ആ സ്വയംവരം. ആ സ്വയംവരം നടത്തുമ്പോൾ മറ്റൊരു കാര്യത്തിലൂടെ തീരുമാനമായി. ജനക മഹാരാജാവിൻ്റെ മറ്റ് 3 പെൺമക്കളെ കൂടി ജനക മഹാരാജാവിൻ്റെ തീരുമാനപ്രകാരം ദശരഥ മഹാരാജാവിൻ്റെ മക്കൾക്ക് ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 4 പേരും ഒരേ ദിവസം തന്നെ വിവാഹിതരായി വളരെ സന്തോഷത്തോടുകൂടി മിഥിലയിൽ നിന്നും യാത്ര തിരിച്ചു.